ഹലോ ഗായ്സ്, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അടുക്കളയിൽ ഹാജർ വച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് മസാല ദോശ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാല ദോശ ഉണ്ടാക്കാനൊക്കെ ഉള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ദോശ. എൻ്റെ ദോശ എന്നും ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണോ നിൻ്റെ മസാല ദോശ എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ദോശ ചൂടാൻ, അപ്പം ചൂടാൻ ഇപ്പോഴും ഞാൻ ഒട്ടും എക്സ്പേർട്ടല്ല. പിന്നെ ഞാനൊരു ചമ്മന്തിയും കൂടിയും ഉണ്ടാക്കിയിട്ടോ, തേങ്ങാ ചമ്മന്തി. എനിക്ക് ദോശയ്ക്ക് ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം, തേങ്ങാ ചമ്മന്തിയാണ് ഇഷ്ടം. സാമ്പാർ ഒക്കെ ഞാൻ കഴിക്കും, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം കോംബോ ആയിട്ട് ചമ്മന്തി തന്നെയാണ്. അപ്പം ഞാൻ സുക്കുമ്പിക്ക് ഇതേ ഒരു മസാല ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഞാൻ എപ്പോഴൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാലും ഇങ്ങനെ അടപടലം കുളമായിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സുക്കുമ്പിക്ക് ഞാൻ കൊടുത്തത്. അവനും ഇതെന്താണ് എന്നുള്ള രീതിയിലൊന്ന് അന്തം വിട്ട് നോക്കി പിന്നെയാണ് കൊണ്ടുപോയി കഴിക്കാൻ പോണത്. അപ്പോൾ അത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ദോശ ചുടൽ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് എത്രത്തോളം ഞാൻ സെറ്റപ്പ് ആക്കാൻ നോക്കിയാലും ഇങ്ങനെയാണ് വരുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പം പഠിച്ച് വരുന്നു. ഇപ്പം ഞങ്ങൾക്ക് എന്നും ദോശയാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പഠിച്ച് വരുന്നുണ്ട്. പിന്നെ പുറത്തൊക്കെ പോയപ്പം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അലക്കിയിടാം എന്നുള്ളത് ചിന്തിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ തിന്നുവാണ് കേട്ടോ. എൻ്റെ സാധനം ഞാൻ തിന്നുവാണ് മക്കളെ. എങ്ങനെയാണെങ്കിലും കുളവായ എന്നാൽ പോലും ഞാൻ എൻ്റെ കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശയ്ക്കും ചമ്മന്തിക്കും. പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കറി വെച്ചത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണ്ടോ എൻ്റെ ദോശ എങ്ങനെയുണ്ടെന്ന്. പിന്നെ നിങ്ങൾ മസാല ദോശ ഉണ്ടാക്കുന്നത് പോലെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കുറച്ചൊക്കെ സെറ്റപ്പാക്കി വന്നത്. എന്നാൽ പുട്ട്, ഇടിയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് എന്തോ ദോശ, അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് ഇങ്ങനെ ഞാൻ ഒട്ടും ശരിയാവില്ല. ഇങ്ങനെ ഇളക്കി എടുത്ത് സെറ്റാകുമ്പോൾ അങ്ങനെയാണ് വരാറ്. എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇന്ന് ആകെ കുളമായൊരു ദിവസമാണ് മൊത്തത്തിൽ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.